ഹലോ, സിൽവർ കോയിൻ അല്ലേ? ഇതെവിടാ സ്ഥലം? ഇത് തിരുവനന്തപുരമാണ്. അല്ലോ, എന്നാ ശരി. സാറ് ജോയിൻ ചെയ്യുന്നില്ലേ? നിങ്ങളായിട്ടുള്ള ഇടപാട് ശരിയാവില്ല. കാരണം എന്തേ? ഇല്ല, ശരിയാവില്ല. അതിന്റെ കാരണമാണ് ചോദിച്ചത്. ഗൾഫിൽ നിന്ന് ഒരുത്തരെ എൻ്റെ പൈസയും വാങ്ങി മുങ്ങി. ആന്റണി എന്നാണ് പേര്. അവനാ തിരുവനന്തപുരത്തോടുള്ള ആളാണ്. മുങ്ങിയതും പോരാ, പാര വെച്ച് എന്റെ പണിയും പോയി. അതിന് താൻ എന്തിനിടെ തിരുവനന്തപുരത്താറ് അടക്കി പറയുന്നു? താൻ ഏത് എന്നാ ശരി. മുതലാളി എങ്ങോട്ടാ പോണേ? ഞാൻ ടൗണിലേക്കടാ, ഇച്ചിരി കാറ് നോക്കണം. അല്ലേലും നിങ്ങളെപ്പോലുള്ള മുതലാളിമാരൊക്കെ കാറൊക്കെ എന്നോ വാങ്ങണ്ടാണ്. അല്ല മുതലാളി, അതിനൊക്കെ എന്താ ടൗണിലേക്ക് പോണേ? നമ്മളിവിടെ അല്ലേ? അതൊക്കെ ഇങ്ങളെ പറ്റിക്കാൻ വെച്ചതല്ലേ. എടുക്കുമ്പോ നല്ലൊരു കാറിന് എടുക്കണ്ടേ, എന്നാലല്ലേ ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. ആഹാ, അത് ശരിയാ. അല്ലടോ, ഈ പേട കാറ്റ് പോയാൽ കരിന്റെ വെക്കാനിട്ടു. എനിക്ക് അതിന് വലിയ ആഗ്രഹമൊന്നുമില്ലക്കാ, ജീവിച്ചു പോണെന്നേ ഉള്ളൂ. ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, പൈസയും വേണല്ലോ. എന്നാ ശരി, കുറച്ച് തിരക്കുണ്ട്. പെണ്ണുങ്ങൾ എവിടെ ഉണ്ടോ അവിടെ അയാളുണ്ടാവും. പുളിക്കടവ്, ബസ് സ്റ്റോപ്പ്, നിങ്ങളെല്ലാ സ്ഥലങ്ങളും പോയാലേ. കോയാണോന്നോ? പൂവൻ കോയ. പക്ഷെ കയറി കൊത്തൊന്നുമില്ല. ഒരു മനസമാധാനം, സന്തോഷം. അത്രേ. കളിക്കരുത് മരപ്പറ്റിയേ. എടാ വാണത്തിനടി എടേ കിട്ടിയില്ലേ? അല്ലടോ, അവന്റെ വട്ട് ഇതുവരെ മാറിയില്ല. നിങ്ങളല്ലാതെ അവനെ ചൊറിയാൻ നിൽക്കും. അവന്റെ ചേലും കോലും കണ്ടപ്പോ ഞാൻ കരുതി ഒക്കെ മാറിയിരിക്കും. അത് കഴിഞ്ഞ ആഴ്ച അവന്റെ താടി മുടിയൊക്കെ വെട്ടിച്ച് ആ ചെക്കന്മാരെ ചെയ്ത പണിയാ. അതെങ്ങനെ ശരിയാവാ? അത് ഓൾക്ക് ഓലതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഒക്കെ വേണ്ടേ? എന്നാ ഇനി നമ്മ കേസ് കൊടുക്കാം. എല്ലാവരും എന്താ വിടക്കണേ? എന്റെ പോത്തുകളുണ്ടാ കുളത്തിന്റെ അടുത്ത്. എന്നാ നിങ്ങൾക്ക് അതിന്റെ കൂടെ കടന്നാ പോരേനോ? എന്നാ അവർക്ക് കമ്പനി ആയിരുന്നു. ആ കുളത്തിന്റെ അടുത്തല്ലേ നമ്മളെ രാവുണ്ണിയാറെ വെള്ളരിക്കശിണ്ടാണ്. ഇനി അയാളോട് കിട്ടാൻ നിൽക്കണ്ട നിങ്ങൾക്ക്. പണ്ടാറടങ്ങാൻ വാങ്ങി കുടുങ്ങിപ്പോയല്ലോ റബ്ബേ. ലാഭം കിട്ടുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഇറങ്ങി പുറപ്പെട്ടത്. എവിടെ കൊണ്ടുപോയിട്ടാണ് അതിനെ കിട്ടുക? ഞാൻ ബൈക്ക് എടുക്കാം. ആ, നാളെ പോവാം. അല്ല മോനെ, വാണം വരുന്നുണ്ട്. മോനെ, ഒരു ചായ. അടുപ്പില് വെള്ളം മാറുന്നേ. ഓരോ വാടങ്ങൾ കയറി വരും. ആ, ഞാനേ കിഴക്കമ്മലയിൽ ഒരു 100 ഏക്കർ റബ്ബർ വാങ്ങിക്കുന്നു. റബ്ബർ കൊണ്ടൊന്നും വലിയ കാര്യമില്ലടോ. താങ്ങുവില എന്ന് പറഞ്ഞിട്ട് സർക്കാർ നമ്മളിട്ട് താങ്ങാണ്. റബ്ബർ വെട്ടി തെങ്ങ് വെച്ചാലോ കേറാൻ ആളെ കിട്ടൂല. തേങ്ങയും ഓലയൊക്കെ പെറുക്കി കൂട്ടി വെക്കണം. അതിന് ഭയങ്കര മെനക്കടാ. അതിപ്പം മെനക്കെടില്ലാത്ത കൃഷി ഏതാ ഉള്ളത് മൊയ്തീൻകാ? അതാണ് ഞാനും ആലോചിക്കുന്നത്. കഞ്ചാവ് നട്ടാ മതിയാടോ. അതാരാ? ഈ ഒന്നും അറിയണ്ടാടോ, പൈസ പറയല. എന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോവാൻ. ഈ ആളെടുക്കുന്നുണ്ടോ നിർദ്ദേശ? ജയിലിൽ പോയാൽ നാട്ടുകാർക്കെങ്കിലും കുറച്ച് സൗകര്യം കിട്ടല്ലോ. അപ്പൊ ഞാൻ നുണ പറയാം. അല്ലാതെ പിന്നെ മനസ്സിലായില്ല, കഞ്ചാവാണത്. കഞ്ചാവ് ഇട്ടാ കേട്ടാറല്ലേ? നല്ല ചങ്ങ, എന്തിനാ വെറുതെ ഓർക്ക് സുഖമില്ല, നിങ്ങക്ക് അറിയില്ലേ? രമേശൻ വാണത്തിൽ നല്ല താങ്ങാ താങ്ങി.
അത് നല്ലതാ. അല്ലെങ്കിൽ മൂപ്പർക്ക് ആരോട് എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല. മൂപ്പര് കരിപ്പൂരിറങ്ങി നേരെ ഇട്ടാ പോയാൽ അറിയെങ്കിൽ മഞ്ചേരിയിലേക്കാ. ചന്തയിൽ പോയി 2 പോത്തലും വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നായി. പെണ്ണുങ്ങൾക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കായിരുന്നല്ല 2 പോത്തിന് അങ്ങനെയാണെന്ന മൂപ്പര അഭിപ്രായം. ഞാൻ വിചാരിച്ചു പെരുന്നാൾ റെഡിയാക്കാനാന്നാ. അവര് പുറക്കാരായിട്ട് വലിയ സ്വത്തിലല്ല തോത്തില്ലേ? അല്ലല്ല, അറബി അന്ന് ചൊട്ടി പുറത്താക്കിയതിന് ശേഷം പൊരിഞ്ഞ കച്ചറ പൊരയില്. അല്ല അതെന്തിനാ? അതെ, അറബിന്റെ വേലക്കാരി ഈ ഒരു ഡിങ്കോട്ടില്ലേ, ആ അറബി പൊക്കി പിന്നെ പൊരലെന്നും പ്രശ്നമാണ്. ഏതോ ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ് ആണോ കേട്ടത്? അത് ശരി. ഇന്നാലിനെ മൂപ്പര് പറഞ്ഞതേ ഹോസ്പിറ്റലിലെ സൂപ്പർവൈസറാന്നാ. ഞാനത് ഇരുത്താനും പോയില്ല. എന്തേലും തള്ളന്റെ പത്രാസ് നെയ്മില്ലാതെ ചോറ് ഇറങ്ങൂല, 25,000 കുറഞ്ഞ സാരി ഉടുക്കൂല. അല്ല പിടിക്കാത്ത കല്യാണത്തിനൊക്കെ പോയോ? എടാ ഞാൻ ഷുഗറിന്റെ ഗുളിക കുടിക്കാൻ മറന്നുപോയി. അല്ലാന്ന് ഷുഗറിന്റെ ഗുളി കുടിക്കാൻ സർവത്തോ? സർബത്തിൽ സോഡി ഓറഞ്ച് ചേർത്ത് കുടിച്ചാൽ എന്താ ടേസ്റ്റ് എന്ന് പറയാം, അടിപൊളിയായിട്ട്. ഈ വെറുതെ നടക്കുക. നിങ്ങളെ ഞാൻ കൊറേ കാലായി കാണാന്ന് വിചാരിച്ചിട്ട്. ഏതായാലും നമ്മൾ അവിടെ ഇരിക്കാം. എന്നാ അങ്ങോട്ട് ഇരിക്കാമോ? സ്ഥിരം ഇവിടെ തന്നെ ആണല്ലേ? അങ്ങനൊന്നുമില്ല. ഞാൻ ഗൾഫ് പോവാൻ നിൽക്കുക. പോവും. അല്ലേടോ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടോ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്റെ പാട്ട് തീരെ പോരട്ട. അല്ലാതെ നല്ല സ്പ്രേ ആണല്ലോ. 120 ദിനാർ കൊടുത്ത് വാങ്ങിച്ചതാ ഊത്. ഇന്ന് ഊതാണല്ലോടോ, ഫ്രാന്റെ പേരാണ് ഊത്. എനിക്കിഷ്ടായ എല്ലാമാണോ? എന്താ ലുക്ക്, മമ്മൂട്ടിന്റെ അതേ സ്റ്റൈൽ അപ്പോഴും ആണോ? ആ പല്ലിന് ചെറിയൊരു വിടവും കൂടി ഉണ്ടെങ്കിൽ മമ്മൂട്ടിയാണെന്നേ പറയൂ. ചേച്ചി പിന്നെ ഒരു സർബത്ത് കുടിക്ക്, കുറച്ച് ബൂസ്റ്റ് കൂടെ അതിൽ കൂടെ കലക്കി കുടിക്ക്, കൊണ്ട് തടിയൊന്ന് ഉഷാറാട്ടെ. എന്റെ പാട്ട് നല്ല പാട്ടാണ്. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞാട്ടോ, ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി, അതാണ് എന്റെ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം. ആണോ? മമ്മൂട്ടി അങ്ങനെ തന്നെ പറയും. അല്ല കഥയത്തൊക്കെ നിർത്തിയോ? നിർത്താനോ? ഗൾഫിലാവുമ്പോ നേരം വിളിക്കണ വരെ ഇരുന്ന് ചെയ്തു. ഭൂമിയിലുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യല്ലേ? കല എന്താന്ന് അറിയാത്ത കവിതകളാണ്. എത്ര കഥകൾ എഴുതിക്കുന്നവരോ ഞാന്. ആഹാ, എന്നാ നിങ്ങൾക്ക് സിനിമ ആക്കിക്കൂടെ? അതിനൊക്കെ കോടികൾ വേണ്ടടോ. മാത്രല്ല എനിക്ക് ആ മേഖലയായിട്ട് വലിയൊരു ബന്ധമില്ല. അത് ശരി, എന്നാ വരി, ആ മേഖല ഞാൻ കാണിച്ചു തരാടാന്ന്. ചേച്ചി സർവത്തിന് നൈസാന്ന് തരാട്ടോ. അത് സാരല്ലാന്ന്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അല്ല ഈ പറഞ്ഞ ആ ഷോർട്ട് ഫിലിം 2 മണിക്കൂറൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 4 മണിക്കൂറും ആക്കാം. അത് ശരി. പിന്നെ നാഗസ്ഥാൻ ആർക്കും കൊടുക്കരുത്. അങ്ങനെ ശരിയാ, പൈസ മുടക്കണം ഞാനല്ലേ. ഇല്ലേ, സംവിധായകന്മാരെ നായകനാക്കാന്ന് പറഞ്ഞിട്ട് ഓലോട് പൈസ വാങ്ങും, അത് വലിയൊരു പ്രശ്നാ. അത് നടക്കൂല. അങ്ങനെ ഏതെങ്കിലും സംവിധാനം കിട്ടിയിട്ട് കാര്യമില്ല മുന്നീറ്. നല്ല സംവിധാനം കിട്ടണം, എന്നാലേ പടം ഓടുള്ളൂ. അടിപൊളി സംവിധായകന്മാരുണ്ടല്ലോ, ഓന്റെ അടുത്ത് എല്ലാരും ഉണ്ടാവും. ഒന്നാന്തരം കഥയാണ് ഞാൻ എഴുതിണ്ടാക്കി. ആണോ? എന്നാ ഞമ്മക്കൊന്ന് കേക്കാലോ. ആരോടും പറയാൻ പറ്റില്ല എന്നാണ്. ഓ, ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഇത് ഒരു കടപ്പുറം കഥയാണത്. ഭർത്താവില്ലാത്ത ഒരു മുക്കോത്തിയും മകളുടെയും കഥ. അത് തകർക്കല്ലോ. മകളെ എടുത്തു വളർത്തി ഒരു എഞ്ചിനീയർ ആക്കാനാണ് മോഹം. പക്ഷെ അവൾ അമ്മയെ ധിക്കരിച്ച് സ്നേഹിതയുടെ മകനുമായിട്ട് പ്രണയത്തിലാകുന്നു. ഓഹോ. അങ്ങനെ അവർ കടപ്പുറത്തൂടെ സ്നേഹിച്ച് നടക്കുന്നു. ഉറ്റ സ്നേഹിതയുമായിട്ട് തെറ്റുന്നു. ഈ പാട്ട് പാടാൻ നിക്കല്ലേ, ഇത് പറയുന്നത് കേക്ക്. എന്നിട്ട് പക്ഷെ മോളെ അമ്മക്ക് ആ പയ്യനെ കെട്ടിച്ചു കൊടുക്കുന്നതിൽ തീരെ താല്പര്യമില്ല. ഇത് ലവ് സ്റ്റോറി ആണല്ലോ. ഇത് അടിപൊളി തന്നെ കേട്ടോ.
ഇത് പൊടിക്കൂ. അതന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല ഇതിന്റെ തിരക്കഥ ആരാ എഴുതിയത്? ഇത് തിരക്കഥ ഞാൻ എഴുതി ഒരു ഡയറക്ടറെ ഞാൻ വിളിച്ചു. ഫോൺ നമ്പർ തപ്പി പിടിച്ചു. അവനോട് വിളിച്ചപ്പോ അവൻ പറഞ്ഞെന്താ ഇത് കയ്യിൽ തന്നെ വെച്ചോളാന്. വിവരം വേണ്ടേ? ഏതെങ്കിലും പ്രൊഡ്യൂസർമാരെ കുത്തുപാൾ അടുപ്പിക്കാനായിട്ട് നടക്കുന്ന ടീമാ. അത് കോരപ്പോലെ ചൂണ്ടിട്ട് നടന്നവനാണ് ആ നായി. ഓലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സിനിമയിലെത്തിയാൽ എല്ലാവർക്കും ജാട ഉണ്ടാവും. സിനിമയിലെത്തിയിട്ട് വേണം എനിക്ക് 2-3 ജാട കാണിക്കാൻ. തുടങ്ങിയില്ല. എന്നെ ബഹുമാനിക്കാത്ത കുറച്ച് തെണ്ടികളുണ്ട് ഇവിടെ. ഓലെ മുമ്പിൽ എനിക്കൊന്ന് വരസണം. ഇനി നിങ്ങളെ സമയമാണ് മൈതുക്ക. നിങ്ങൾക്ക് വിഷമാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ പറയുടെ മുനീറെ അനക്കിതിലൊരു റോള് വേണ്ടി വരില്ലേ? അത് മാത്രം പോരാ, നിങ്ങളെ പേരിന്റെ കൂടെ നമ്മളെ നാടിന്റെ പേരും കൂടി വേണോ. എന്നാൽ നമ്മക്ക് അഭിമാനിക്കാലോ. സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ എന്നോ കണ്ടുവച്ചതാണ്. അത് ശരി, തിരക്കേടില്ലല്ലോ. അല്ല, എന്താ പേര്? മോദി തവളപ്പാറ. മോദിയോ? മൊയ്തീന്റെ ചുരുക്കപ്പേരാണത്. ഹാവ് എന്റെ പൊന്നോ, അടിപൊളി പേരാട്ടോ. ഇതാരട്ട്? ഗൾഫിൽ നിന്ന് എന്റെ സുഹൃത്തുക്കൾ വിളിക്കുന്ന പേരാണത്. പേരിട്ടോ എന്നെ സമ്മതിക്കണോ, എല്ലാം കൊണ്ടും അച്ചട്ടാണത്. അനക്കിപ്പോ ഞാൻ എന്താ തരാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം ഹോട്ടലിലേക്ക് പോവാം. അല്ല, നമ്മൾ റബീനൊന്ന് കാണാം. ഓന്റെ ഉണ്ടാവും എല്ലാ വിവരവും. ഏതാണ് ഈ റബീൻ? ഈ കൊറേ നേരമല്ല റബീനെ പറ്റി പറയണേ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഏതായാലും ഒരാടെ ഉണ്ടാവില്ല. വൈകുന്നേരം നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പോവാ. കൃഷിപ്പണിയൊക്കെ ഉണ്ടല്ലേ? അതല്ലേ മെയിന്. അല്ല എങ്ങോട്ടാ പോണേ? ഞാന് കുറച്ച് മീൻ കിട്ടുമോ നോക്കട്ടെ. ഈ സമയത്തോ? ഇപ്പൊ മീൻ തീർന്നുണ്ടാവുമല്ലോ. ഹായ്, ഇവിടുന്ന് ആരാ മീൻ വാങ്ങണ്? ഞാൻ മാർക്കറ്റിലേക്കാണ്. അവിടെ ആവുമ്പോ അയക്കോറ ആവലിയൊക്കെ തിരഞ്ഞെടുക്കാലോ. ആ അത് ശരിയാ. ഇപ്പഴത്തെ മക്കളാ നിങ്ങളവിടെ മാറിയ നന്നായി. ആലങ്ങൾ നഞ്ഞത്തൊരിപ്പ കയറ്റിയനി. ഏതാണ് ദാസ അലവലാതി? ദൈവം തമ്പുരാൻ ഓരോരുത്തർക്ക് ഓരോ പരീക്ഷണങ്ങൾ കൊടുക്കുന്നു കേട്ടില്ലേ? ഓ, എന്റെ മോനല്ലേ? ആ എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. അല്ല, ഓൻ എങ്ങനെ വിടാനാ പ്ലാന്? അവനെ പറഞ്ഞു മനസ്സിലാക്കട്ടെ. ഒരു കാര്യമില്ല, പറയാൻ തുടങ്ങിയ ഞാൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെ പറയേണ്ടി വരും. ഏതായാലും പരീക്ഷണതാ ഇതാ അതിലൂടാണ് പോയത്. അങ്ങക്ക് ഭാഗ്യണ്ട്. എന്തായാലും എന്റെ മാതിരി ഹോസ്പിറ്റലിൽ കിടക്കണ്ടെന്നില്ലല്ലോ. ഓഹോ, ന്യൂജനല്ലേ, ഒറ്റ ചാർജിൽ 100-200 മൈലേജ്. അല്ലടാ, മരുന്നടി ഉണ്ടോ? അതേ ഉള്ളൂ. ഇപ്പോഴത്തെ മക്കളെ കാര്യമാണ്. നമ്മളെ മുടിപ്പിക്കാനായിട്ട് പഠിച്ചോൻ തരുന്ന 5 പൈസ കൊടുക്കില്ല. ആര് കൊടുക്കുന്നു? ഓരേലുണ്ടെങ്കിൽ ഓൻ തന്നെ എടുത്തോളൂ. ഞാൻ ഇപ്പൊ എന്റെ പേഴ്സും കുപ്പായൊക്കെ എന്റെ തറവാട്ട് കൊണ്ടുവെക്കാം. അല്ലടോ, കൗൺസിലിംഗ് നോക്കിക്കൊടുക്കണം. ഒരു കൗൺസിലിംഗ് കഴിഞ്ഞാൽ തന്നെ ക്ഷീണം മാറിയില്ലെന്ന്. ആഹാ, ആ കൗൺസിലിംഗ് കഴിഞ്ഞാൽ ഡോക്ടർക്ക് മൂത്രം നേരെ പോയത് 5 ദിവസം കഴിഞ്ഞിട്ടാ. ഈ പിശാജ് ആ ഡോക്ടർ അടിനാവിക്കിട്ട് താങ്ങി നീ. അതോടെ അയാൾ ആ പരിപാടി തന്നെ നിർത്തിയെന്നാ കേട്ടത്. തെരുവ് പട്ടികളുടെ ലൈസൻസ് ആണ് ഇപ്പോഴത്തെ മക്കൾക്ക്. അത് ശരിയാ. ആയിട്ടിങ്ങ കാര്യം കടിക്കുക മാന്താ വടിയെടുത്ത് കാണാൻ എമ്പിള് പെടും. അതല്ലേ നിയമോ? അല്ലക്കാ അതൊക്കെ പോട്ടെ, ഇനി എന്നാ തിരിച്ച്? തിരിക്കാനും മറിക്കാനും ഞാൻ അവലോടോ. കൂടുതൽ തിരിച്ചാലേ ലഗേജ് കമ്പാർട്ട്മെന്റ് കിടന്ന് പോരേണ്ടി വരും. മനസ്സിലായില്ല? പ്ലൈവുഡ് പെട്ടിയിലെ പാക്ക് ചെയ്ത് കയറ്റി വിടും. മനസ്സിലായോ? ആ അങ്ങനെ. ഞാൻ നിന്നെ കണ്ടു നിങ്ങൾ പോലത്തെ ഉണ്ടാവുമ്പല്ലേ ഞമ്മളെ പോലെ ഒരു തിരക്കുള്ള ഒരു മനുഷ്യനാണ് അയാൾ. ഇവിടെ ഉണ്ടാവുകയും പെരീന് വാതിലും പൂട്ടി സാർ എങ്ങോട്ടാ പോയത്? നിങ്ങക്ക് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ തന്നെ നിക്കാവട്ടോ. ഹലോ, ആ ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാറ് സ്റ്റുഡിയോല. നല്ല മഴ അല്ലേ? ആ, മഴയുണ്ട്. ഇതാണ് നമ്മളെ ബോസ്. ഇത് നമ്മളെ വീരാനല്ലേ? ഇല്ലിക്കെട്ട് വീരാനല്ലേ? ഈ ഹംക്കിനാണോ നമ്മള് ബോസ് എന്ന് വിളിക്കുന്നത്?
ഒക്കെ പണ്ട്. ആള് മാറിപ്പോയി. ഇപ്പൊ സാറായെന്ന് വിളിക്കണോ? കാണാൻ കിട്ടൂല ആളാ. ഓനിപ്പ സിനിമ നടനാ. തന്നെ റബി എന്ന് പറഞ്ഞാലേ ഇപ്പൊ എല്ലാരും അറിയൂ. ഓൻ ഭയങ്കര സെറ്റപ്പാപ്പോ. സാറ് മമ്മൂട്ടിന്റെ പടത്തിലാ. തന്നെ കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സലാം അലൈക്കും. എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. നീ കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ? ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടിന്റെ ഷൂട്ടിംഗ് എന്തായി? 2-3 സീനോട് ബാക്കിയുണ്ട്. ബാക്കിയുള്ള സീൻ മുഴുവൻ ലണ്ടനില്ല. നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ എന്താ പേര് പറഞ്ഞത്? മോദി താളപ്പാറ. അപ്പൊ മോദി സാറേ, ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് കോടികളോടുള്ള കോൽക്കളയാണ്, അറിയോ? അതിൻ്റെ ഇടയ്ക്ക് ഈ ഹോം സിനിമ പോലുള്ള ചീള് കേസ് ഏറ്റെടുക്കാൻ പ്രൊഫഷണൽ സംവിധാനന്മാർ കിട്ടൂല. ഷോർട്ട് ഫിലിം ആയിരുന്നു മൂപ്പര പ്ലാന്. ഞാനത് ഹോം സിനിമ ആക്കിയതാ. നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാ, വെറുതെ ഷോർട്ട് ഹോമോ എടുത്ത് പൈസ സമയം കളയണ്ട. ഏറി വന്നാൽ 100 ആള് കാണും. ഒരു 10-15 പേര് അഭിപ്രായം പറയും. കുറച്ചു പേര് ലൈക്ക് പിടിക്കും. അത് മതിയോ? കുറച്ചുകൂടി പണം മുടക്കി OTT സെറ്റപ്പിൽ ഒരു സിനിമ ചെയ്ത് നോക്കുക. മോദി തവളപ്പാറ ലോകം അറിയും. കോടികളുടെ വരുമാനമായിരിക്കും. അല്ല, അതിനെത്ര പൈസ ആവും? പടത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഫണ്ടിന്റെ ആവശ്യം. ക്വാളിറ്റി കൂടിയെന്ന് വിചാരിച്ച് പടം നന്നായിക്കൊള്ളില്ല. പിന്നെ സ്ക്രിപ്റ്റിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മോദി സാറ് ഫണ്ടൊക്കെ ഇറക്കാൻ തയ്യാറാണല്ലോ അല്ലേ? മുടക്കിയ പൈസ തിരിച്ചു കിട്ടുകയാണെങ്കിൽ മൂപ്പര് തയ്യാറാണ് അല്ലേ? മുടക്കിയ പൈസ മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ ലാഭം ഞാൻ എടുത്തോളാം. പൈസ എന്തായാലും കിട്ടണം. അത് ഞാൻ ഏറ്റു. അപ്പൊ നമുക്കിത് പ്രൊസീഡ് ചെയ്യാലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? മൂപ്പർക്ക് സമ്മതാണ്. സാറ് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളി. ഏതായാലും നിൽക്കണല്ലോ. ഓക്കെ, 1-2 ഫേമസ് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടുമോ നോക്കട്ടെ. 1-2 ദിവസം ഷൂട്ട് മതി. കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഫിലിം സക്സസ് ആവും. ബാക്കിയൊക്കെ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ. അതെ, മുനീർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നന്ദി സാറേ. ഞാൻ എന്തായാലും ഉണ്ണി പട്ടിണി മുക്കായിട്ടൊന്ന് സംസാരിക്കട്ടെ. കേട്ടിട്ടില്ലേ ഉണ്ണി പട്ടിണി മുക്ക്? ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ശരി, ഷൂട്ടിംഗ് ടൈമായി. സെറ്റിൽ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബൈ ബൈ. നല്ലട മണങ്ങ എന്റെ ഒടുക്കത്തെ ചാട കാണിച്ച് കിട്ടണോ ഇല്ലാണ്ടാക്ക. അയാളെന്തെങ്കിലും പറഞ്ഞോ? അല്ല പിന്നെ ആരായാലും പറയൂലേ, ആ സമയത്ത് തന്നെ എനിക്കൊന്ന് പൊട്ടിക്കാനാ തോന്നിയത്. എടാ, അയാള് മൂത്ത ജാടന്റെ എസെൻസാ. അപ്പൊ ഞാനൊന്ന് പൊലിപ്പിച്ചു. അയാൾ എന്നെ കണ്ടപ്പം തന്നെ ഇല്ലിക്കട്ട് ബീരാനല്ലേന്നാ ചോദിച്ചത്. ഞാൻ ആ സമയത്തുണ്ടല്ലോ എന്റെ തൊഴി ഉരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ് ഒപ്പിച്ചതാ. എങ്ങനെങ്കിലും തള്ളിയിട്ട് ഞാൻ പൈസ വാങ്ങിയെടുക്കാൻ നോക്ക്. എൻ്റെ ഒരു റബീന്. അല്ലാടെ പ്രദീപ്, ആ നുരയും പതയും നീർക്കോലി രാജന്റെ പടല്ലേ? അതെ. അത് സൂപ്പർ ഹിറ്റ് ആവുന്നല്ല കേൾക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ഒന്ന് സൈഡാക്കണല്ലടാ. ആരാ പറഞ്ഞത്? ജോർജ് വിളിച്ചു പറഞ്ഞതാണ്. എന്നാ റിലീസ്? തട്ടുംപുറത്തെ അലമാറിന്റെ അതേ ആഴ്ചയാണ്. അതിന് അള്ളു വെക്കാനാണ് അവന്റെ പരിപാടി. ഓ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ വേണ്ടത് ചെയ്തോളാം. നല്ലൊരു സ്റ്റിക്ക് വാങ്ങണം. തല്ലിപ്പൊട്ടിക്കാനൊന്നല്ല, ഡ്രസ്സ് വാങ്ങിക്കണം. ഇയാളൊരു കോപ്പിലെ വീഡിയോ. ഇതെന്ത് വെറുപ്പിക്കൽ ചങ്ങായി ഇപ്പൊ ഇത്? നമുക്കെന്താ ഫോണെടുക്കാത്ത?
എത്ര നേരാടാ എന്നെ വിളിക്കുന്നേ? എടാ ഞാനേ ലൊക്കേഷനിലാണ്, ഷൂട്ട് എടുത്തോണ്ടിരിക്കുക. ഞാനും ടൗണിലുണ്ട്, നീ ലൊക്കേഷൻ അങ്ങോട്ട് വിട്. പഹനിങ്ങോട്ട് വന്നപ്പോ നാട് പോയി പാട്ടാക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് മമ്മൂട്ടിനെ ഒന്ന് കാണാലോ. വേണ്ട വേണ്ട, മമ്മൂട്ടിക്ക് ഇന്ന് ഷൂട്ടില്ല, ഇവിടെ പാക്കപ്പായി. ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ഓക്കെ. എവിടെയല്ലേ? ഞാൻ കെയർ ബേക്കറിന്റെ അടുത്തുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര നേരായിടാ എന്നെ കാത്തിട്ട്. അവിടെ ഷൂട്ട് നടന്നുകൊടുക്കുമ്പോഴേ ലൊക്കേഷനിൽ നല്ല മഴ, ആകെ ഇടങ്ങാറ്, അതാ നേരം വൈകി. എടാ മൂപ്പര് ഭയങ്കര ത്രില്ലിലാ, വിളിയോട് വിളിയാ, സ്വൈര്യം തരുന്നില്ല. എടാ ഞാനേ കാര്യങ്ങളൊക്കെ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ മൂപ്പര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ. നമ്മളെ കമ്മീഷന്റെ കാര്യം നീ പറഞ്ഞോ? അതൊക്കെ ഞാൻ പറഞ്ഞിന്, എനിക്ക് നല്ലൊരു സംഖ്യ ഉണ്ടാവും. അത് മതി. അല്ല, പൈസ വാങ്ങി മുങ്ങണ കേസൊന്നല്ലല്ലോ. അയ്യേ, അങ്ങനത്തെ ആളൊന്നുമല്ല, ബഡ്ജറ്റ് അനുസരിച്ച് ഷൂട്ട് ചെയ്യുന്ന ആളാ. ഉണ്ണി പട്ടിണി മുക്ക് വേറെ ലെവലാണ്. വൈകുന്നേരം അമ്മക്ക് മൂപ്പരെയും കൂട്ടി ഡയറക്ടറെ വീട്ടിൽ പോവാ. കാര്യങ്ങളൊക്കെ മൂപ്പര് നേരിട്ട് സംസാരിച്ചോട്ടെ, എന്നാ പിന്നെ അമ്മക്ക് ചൊറയില്ലല്ലോ. കുറച്ച് ഗമയിൽ നിന്നട്ടോ, അല്ലാണ്ട് എടുക്കാൻ പോണം, തലേ കയറും. എന്താണത്? ഷോക്ക് അടിച്ചില്ലേ? അതറിഞ്ഞിട്ട് ഞാൻ തൊടാഞ്ഞ്. ഇയാളെ പേരെന്താ പറഞ്ഞ? പട്ടിണി മുക്കോ? പതുക്കെ, സാറ് കേക്കണ്ട. എടോ, പ്രൊഡ്യൂസർമാർ കോടികൾ മുടക്കുന്നതേ അവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ അവരുടെ ചന്തം കാണാൻ വേണ്ടിയല്ല. ഓളോട് പറ്റൂലെങ്കിൽ പൈസ തിരിച്ചു തന്നിട്ട് പോവാൻ പറയും പ്രദീപ. ഈ ഉണ്ണി ഒന്ന് വിരൽ നൊടിച്ചാലേ 100 നടിമാർ ഇവിടെ വരും. അതെ, അയാളെന്താ പട്ടിണി മുക്ക് നോക്കിനെ? ഞാൻ അരമണിക്കൂറോട്ട് വരാം, എനിക്ക് ഗസ്റ്റ് ഉണ്ട്. ജാട, അത് എന്നോട് ഇതിലും വലിയ നടിമാരെ കണ്ടവനാ ഞാൻ. ആരാ? അവളാ ജ്ഞാനസുന്ദരി. ഓക്കല്ലേല് ജ്ഞാനത്തെക്കാൾ കൂടുതൽ ജാടയാ, ഭൂലോക സുന്ദരിയാന്നുള്ള വിചാരം. സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ മോദി തവളപ്പാറ, പ്രൊഡ്യൂസർ കം കഥ, തിരക്കഥ, സംഭാഷണം ആൻഡ് ആക്ടിങ്. ഓ, നൈസ് ടു മീറ്റ് യു. റിബിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല മുനീറെ, ഇയാൾക്ക് സംവിധായകന്മാർ ലുക്കൊന്നുമില്ലല്ലോ. ഇന്ന് അയാൾ കുളിച്ചിണ്ടാവും. സംവിധായകന്മാരായ തൊപ്പിണ്ടാവില്ലേ? മോദി സാർ അഭിനയിക്കുന്നുണ്ടല്ലോ അല്ലേ? മൂപ്പർക്ക് നായകനാവാൻ ആഗ്രഹം. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ആ, സ്കൂളിലൊക്കെ ഇപ്പൊ റീല് ചെയ്യുന്നുണ്ട്. ഓ യെസ്, ഒരു അഭിനേതാവിൻ്റെ എല്ലാ ലക്ഷണവും ഞാൻ മുഖത്ത് കണ്ടിരുന്നു. പ്രൊഡ്യൂസർമാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷേ ചാളി സിനിമ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്താൽ മതി, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മൾ നീതി പുലർത്തണം. ഐ എം റൈറ്റ്? അതെ, അതാണ് വേണ്ടത്. പരമാവധി ചെലവ് ചുരുക്കാം. എന്നാലും ഒ ടി ടി അല്ലേ, ഒരു 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെ കാണേണ്ടി വരും. 70 ലക്ഷം? മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഏറ്റവും ചുരുങ്ങിയ റേറ്റാണ് ഞാനിപ്പോൾ റിലീസായി 2-3 മാസം കൊണ്ട് ത്രിബിളായിട്ട് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആണോ? എൻ്റെ ഈ കഴിഞ്ഞ 2 സിനിമകളും 100 കോടി ക്ലബിലാണ്, അറിയോ? റബീന, ഒരു മിനിറ്റ്. എല്ലടാ, ഇത് വല്ലതും നടക്കും? അത് ഒന്ന് താങ്ങിക്കൊടുത്താ മതി, ഭൂലോക പൊങ്ങിയാണ് ആള്. പിന്നെ തട്ടുമുറ തലമാറ അടുത്ത റിലീസ് ഉണ്ടാവും, നമുക്ക് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കണം, നമുക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാം. ഓ, അതിനെന്താ,
ഹൗസ്ഫുള്ളിനുള്ള ആളെ ഞാൻ തരാം. ഗുഡ്. അറിയാലോ, നല്ല മൗത്ത് പബ്ലിസിറ്റി കിട്ടണം. അത് എൻ്റെ കെട്ടിയോളും ഓളെ അഞ്ചെത്തി തന്നെ മതി. ഒരു ജില്ല മുഴുവൻ ഓള് കവർ ചെയ്തോളും. നൈസ്. അങ്ങനത്തെ ആളുകളാണ് നമുക്ക് ആവശ്യം. യെസ്. പിന്നെ പ്രൊമോ ചെയ്യാൻ പറ്റിയ യൂട്യൂബർമാർ ആരെങ്കിലും കയ്യിലുണ്ടോ? അത് നമുക്ക് ശരിയാക്കാം. എല്ലാ ടീംസും എൻ്റെ കയ്യിലുണ്ട്. ഫോളോവേഴ്സ് കൂടുതലുള്ളവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതെ, അവരാണ് വേണ്ടത്. കാശിന്റെ കാര്യത്തിൽ ഈ പ്രശ്നമേ ആക്കണ്ട. ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ, എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ സാറേ. അല്ല, മോൾക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാനാ. മോള് കലാതിലക? കോളേജിലൊക്കെ എല്ലാത്തിനും ഫസ്റ്റാ. ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. മോള് നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാ സാറേ. എന്നാലും ഒരു കാര്യം ചെയ്യ്, മോളുടെ ഫുൾ ഫോട്ടോ ഒന്ന് ഇങ്ങോട്ട് അയച്ചോളൂ. പെട്ടെന്ന് അയച്ചോളൂ, പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട്. ഓക്കെ സാറേ, ഞാൻ ഇപ്പം തന്നെ അയക്കാം. കാണാൻ എങ്ങനെ, ഗ്ലാമറാ? മോള് കാണാനും നല്ല സുന്ദരിയാ. പിന്നൊരു കാര്യം, കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമാവണം, എന്നാലേ സെലക്ട് ആവുള്ളൂ. ഇഷ്ടാവും സാറേ. നല്ല അച്ചടക്കത്തോടെ അവളെ ഞാൻ വളർത്തിയത്. ഷൂട്ടിങ്ങുള്ള സമയത്ത് സെറ്റിലോ ലോഡ്ജിലോ ആയിരിക്കും. വീട്ടിൽ വരാനോ പോകാനോ ഒന്നും പറ്റില്ല. എന്നാലേ ഞാനൊരു മീറ്റിങ്ങിനാണ്, നിങ്ങൾ പിന്നെ വിളിക്കുന്നത്. ഓക്കെ സാർ. എന്നാ ശരി സാറേ, ഞാൻ വിളിക്കാം. ഓ ഷുവർ, റബീനോട് പറഞ്ഞാൽ മതി. ഓക്കെ. ചൂണ്ടിലിടാൻ പോയത് നല്ല മീനുണ്ട്. ഏടെ കഴിഞ്ഞ ഒരു തേങ്ങ കിട്ടി. ഇന്നലെ പോലെ നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. അല്ല, വീശുവരുണ്ട്. വീശുവര നമ്മ ഒറ്റയടിക്ക് പോരാടി. ഓൻ തരുവാടുണ്ടല്ലോ, ഒപ്പം അങ്ങോട്ട് ഇട്ടാ പോയതാ. അയ്യേ, ഓനെന്താ വിചാരിക്കാ? ആ ബാങ്ക് കയറിയാ പറ്റില്ല. മാനേജർ ഇവിടെ ഉണ്ട്. ചായ കുടിച്ചിട്ട് പോവാന്ന് മൂപ്പർക്ക് വരെ നിർബന്ധം. അല്ല മൊയ്തുക്കാ, നിങ്ങളെ കണ്ടിട്ട് കൊറേ ആയല്ലോ. നിങ്ങൾ എവിടെ ഇനി തരേ? ഞാൻ കുളു മണാലി പോയത്. കുളു ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഇയാൾക്ക്. അല്ല, എഞ്ചിനീയർ ആയിട്ട് എന്താ ഇടപാട്? ഞാൻ പെരലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു, അതിനാണ്. അല്ല, നമ്പർ ഇല്ല കയ്യില്, അതിന് വിളിച്ചാ പോരെ? ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചാടാ, നോക്കിയിട്ട് കാണണ്ടേ. എല്ലാ ദിവസം ഇപ്പൊ പണിക്കൊന്നും പോകാറില്ല. ഞാൻ പോന്നതേ ഉള്ളൂ. അന്നെപ്പോലെ എന്റെ വീട്ടിലുണ്ട് കണ്ടോ, മൊബൈലിൽ നോക്കിയിരിക്കാതെ ഒരു പണിക്കും പോയില്ല. അല്ല, നിങ്ങൾ അറിഞ്ഞോ ഞാനൊരു സിനിമ എടുക്കാൻ പോവാണ്? സിനിമ ആണെങ്കിൽ BSNL എടുത്തോളി, അതാണ് ഏറ്റവും നല്ല റേഞ്ച് ഉള്ളത്. എവിടുന്ന് വന്നു ചങ്ങായി? ഞാനൊരു സിനിമ എടുക്കാൻ പോവാണ്. സിനിമല്ല, സിനിമ. സിനിമ എല്ലാരോടും ഞാൻ പറഞ്ഞാണല്ലോ, എന്നോട് ആരും പറഞ്ഞില്ല. ഈ ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ? അത് ഓനോട് മറന്നതാവും. അല്ല, ആരാ നായകൻ? നായകനും കഥയും നിർമ്മാതാവും ഒക്കെ ഞാൻ തന്നെ. ഇവിടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ടാവും. ഹിന്ദി പട്ടിണിയൊക്കെയാണ് സംവിധാനം. കേട്ടില്ലേ? ഓഹോ, പിന്നെ കിട്ടണം. പിന്നെ അതാണല്ലോ പണി. അതൊക്കെ ഇപ്പൊ ആരാ നോക്കല്? നടന്മാരാരാ നോക്കല് ഇപ്പോ? ഈ നല്ല എന്താണല്ലോ, അതൊക്കെ ഇപ്പൊ എല്ലാരും നോക്കൂ. എന്നാ ശരി, ഞാൻ ആരെങ്കിലും കാണാൻ നോക്കട്ടെ. പറഞ്ഞിട്ടില്ല അത് മതിയാവും. അല്ലടോ, ഇയാൾക്ക് വട്ടായോ? അല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഒരു 2 മിനിറ്റ് ബാക്കിലാണോ ഒരു സംശയമുണ്ട്. സൈക്കോസിനത്തിന്റെ പല വീടുകളും കേട്ടതാ. ചിലവർ മൂളി കൊടുത്ത ചായ വാങ്ങിട്ട്, പക്ഷെ ഇമ്മാരി മാരൊക്കെ വരുന്നത് ആദ്യ മരണം തന്നാണ് ഇയാൾ. അതൊക്കെ 100 HP ഉണ്ടായിട്ട് കാര്യമില്ല. ആ, എന്തെങ്കിലും ആവട്ടെ, മൂപ്പരെ മനസ്സമാധാനല്ലേ നമുക്ക് വലുത്. അത് ശരിയാ. ഞാൻ എന്തായാലും നമ്മൾ തന്നെ താങ്ങണം. മക്കളാരും തിരിഞ്ഞു നോക്കുന്നു തോന്നുന്നില്ല. ആ, അനീഷ് അതാ വരുന്ന. ഒന്ന് പീടിയ തുറന്നില്ലേ? എന്തോ പരദൂഷണായിട്ട് വരികയായിരിക്കും. ആ, എന്താ ഇവിടെ പരിപാടി? എന്ത് പരിപാടിയടോ? ആ വാണത്തിന്റെ ഇറച്ചി നിന്ന് ഒത്തിരിക്കുക. അറിഞ്ഞില്ലേ, വാണ സിനിമ എടുക്കാൻ പോവാണ്. നിങ്ങൾ ഇങ്ങനെ ഇറച്ചി നിന്ന് കുത്തിരുന്നോളി മൂപ്പരെ. അല്ല ചങ്ങായി, ഇവനും വട്ടായോ? പട്ടൊക്കെ വാപ്പക്ക് നിങ്ങൾ വേണേ വിശ്വസിച്ചോളി. ഈ എങ്ങനെ അറിഞ്ഞ്? അതൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. പണക്കര മുനിയർ എന്നെ വിളിച്ചിരുന്നു. ഓന് ഇല്ലിക്കെട്ടും കൂടിയാണ് ഇതൊക്കെ തള്ളിയിട്ടത്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നേരാണോ എങ്ങനെ? ക്യാൻസർ വേണമെങ്കിലും കാലിന് വീണോ? സംഗതി സത്യാണ്. കാലില് വീഴാൻ ഞാൻ നോക്കണ്ട, ഞാൻ പട്ടി പോവും. അല്ലേ, വൈകുന്നേരം ക്ലബ്ബിൽ നിന്ന് കാണാം.
ഓക്കെ? ഞാൻ ഉണ്ടാവില്ല, ഞാൻ വൈകിട്ട് നേരത്തെ ഏത് പള്ളിയിലാണോ? നേരത്തെ അല്ലടോ, വേറെ നേരത്തെ കൊറേ പെണ്ണുങ്ങൾ സിനിമ എടുത്തിട്ട് ചോറി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലടോ ഇപ്പൊ എന്തിനാ എങ്ങോട്ട് കൂട്ടി കൊണ്ട് നിൽക്കണേ? അതെ, ആരും കാണ്ടാന്ന് വെച്ചിട്ടാ. എനിക്ക് ആലോചിച്ചിട്ടേ നിങ്ങൾ സിനിമാ നടനാവാൻ പോവല്ലേ? ഇതൊക്കെ എന്റെ രോമ എണീറ്റിക്കണു. എന്നാലേ ഈ മുന്നൂറ് കൂടെ ഒരു കാര്യം ചെയ്യണം. എന്താ സാറേ? സാറിന് എന്താ വേണ്ടെച്ച പറഞ്ഞു. അങ്ങാടിയിൽ എനിക്ക് നല്ലൊരു സ്വീകരണം ഏർപ്പാടാക്കണം. അതാണോ? അത് സാർ എപ്പ വേണ്ടെച്ച പറഞ്ഞാ പോലെ. ഇവിടെ തെണ്ടിത്തിരി നടക്കുന്ന കുറെ ചെക്കന്മാരുണ്ടല്ലോ, ഓരെയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കോ. നമുക്ക് കുറച്ച് ബംഗാളികളെ കൂടെ അവിടെ ഇറക്കിയാലോ? ആള് കുറവാണെങ്കിൽ കുറച്ച് ബംഗാളികൾ ഇറക്കണതിൽ വിരോധമില്ല. പിന്നെ ഈ സംഭവം ഞാനും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരെയും അറിയിക്കണ്ട. സാറിന്റെ പരിപാടിന്റെ ഓർഗനൈസർ ആണെന്ന് പറയാൻ വരെ എനിക്ക് അഭിമാനമാണ്. ലോകം അറിയാൻ പോണ സ്റ്റാർ അല്ലേ, ഫിലിം സ്റ്റാർ. ഇനി മുതൽ ഞങ്ങളെ സാറേന്നേ വിളിക്കുള്ളൂ. അതാണ് കുടുംബത്തിൽ പറഞ്ഞാലുള്ള ഗുണം. പണവും പ്രതാപവും നോക്കി ഇവിടെ ഒരു തെണ്ടിക്കും പെരുമാറാൻ അറിയില്ല. അത് വിവരമില്ലായിട്ടാ സാറേ. എന്നെ പോലെ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഈ നാട്ടിലില്ലല്ലോ. അതല്ല, സിനിമ തുടങ്ങിയാൽ പിന്നെ സാറെ ഇനി കാണാൻ കിട്ടുമോ? അതെന്താ സാറേ, ഈ തവളപ്പാറല്ലേ എന്റെ നാട്. അതിപ്പോ സാറ് സിനിമയിൽ പേരും പ്രശസ്തിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലും ചെന്നൈയിലും ഒക്കെ ആയിരിക്കില്ലേ? ഞാൻ ഇവിടം വിട്ടു പോലടോ. ഞാൻ ഇത്രയും മനസ്സിലാക്കിയില്ല. നീ എനിക്ക് പിറക്കാതെ പോയൊരു മകനാണല്ലോടാ ഈ. അപ്പൊ എന്നാ ഷൂട്ടിങ്? നായിക എത്തിയില്ലടോ. നായിക ബോംബെ നിന്നാണ് വരുന്നത്. അത് ഇന്റർനാഷണൽ ലെവലിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ്. സാറിന്റെ മാനേജർ ആരാ? ഇല്ലടാ, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതെ, 10-15 വർഷം ജർമ്മൻ കമ്പനിയിൽ മാനേജറാണ്. എനിക്ക് ഒരു ഉപദേശം കൂടി കൊടുക്കാലോ. സാറിപ്പോ ഞങ്ങളും കൂടി സ്വത്തല്ലേ? നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് മുകളിലേക്ക് നിൽക്കാം. മുനീറിനെ മാനേജർ ആക്കിയാലെന്നൊരു ആലോചന ഉണ്ട്. ഏത്? നമ്മളെ പാലക്കുള്ള മുനീറോ? ഓൻ ആള് ശുദ്ധനാണ്, പക്ഷെ ഓന് വിദ്യാഭ്യാസം ഇല്ലല്ലോ. ബോളിവുഡ് എന്നൊക്കെ വിളിച്ചാലേ ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഓൻ അറിയോ? അത് ശരിയാണ്. തും കർത്താവായാലും ആപ്പ് അവിടെ വെക്കണമെന്ന് ഓനക്കറിയില്ല. ആപ്പ് വെക്കേണ്ടോട് തന്നെ വെക്കണം. എനിക്കാണെങ്കിൽ ഒഴിവില്ല, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അല്ല, അനക്കെന്താ ഇപ്പൊ ജോലി? നിരവധി കൺസ്ട്രക്ഷൻ സൈറ്റുകളെ ഇപ്പം എൻ്റെ തലയിലാണ്. അവിടുത്തെ പെയിന്റ് മിക്സിങ് എഞ്ചിനീയറാണ് ഞാൻ. അല്ല, പെയിന്റ് പണിക്ക് പോയാൽ അനക്കെന്ത് കിട്ടും? പെർ ഒരു 3000-3500 ബാക്കിയാവും. അനക്കൊരു 4000 ഞാൻ തരാം, ഇതിന്റെ മാനേജർ ആയിക്കോ. എന്താ? അപ്പം എൻ്റെ പെയിന്റ് എഞ്ചിനീയറിങ് പെയിന്റിങ് എഞ്ചിനീയറൊക്കെ വലിച്ചിടോ. 3500 വലുതല്ലേ 4000? എന്താ? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കോൺട്രാക്റ്റുകൾ എൻ്റെ അനിയനെ ഏൽപ്പിക്കാം. ഈയാണ് നാളെ മുതൽ എൻ്റെ മാനേജർ. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ 1-2 ഉപദേശങ്ങൾ ഞാൻ ഇപ്പോൾ തന്നാലോ? എന്നാ ഈ പറയും. ഇനി മുതൽ സാറിൻ്റെ A to Z കാര്യങ്ങളിൽ എൻ്റെ ശ്രദ്ധ ഉണ്ടാവും. സാറിൻ്റെ ഡ്രൈവിംഗ് മുതൽ കക്കൂസിൽ വെള്ളം കൊണ്ടുപോയി വെക്കണവരെ എൻ്റെ ഉത്തരവാദിത്തപ്പെടാം. അതിൽ ഗ്ലാമറിൻ്റെ ലോകത്താണ് സാറുള്ളത്. അത് നിലനിർത്തിക്കൊണ്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ലടോ, ഈ മുഖത്തുള്ള ചുവപ്പും ചുളിവൊക്കെ എങ്ങനെ മാറ്റുക? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ തന്നെ തുടങ്ങേണ്ടി വരും. മാറ്റി ഇടാനുള്ള 4-5 വിഗ് വാങ്ങാം. പിന്നെ താടി മുടിയും കറുപ്പിക്കാനുള്ള ഡൈ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് ഫാൻസ് അസോസിയേഷൻ കൂടെ ഉണ്ടാക്കണം. വെരി ഗുഡ്. അല്ല സാറേ, ഫോട്ടോ ഇഷ്ടായോ? അച്ഛനോ ഞാനോ കൂടെ ഉണ്ടായ പോരെ? അതൊന്നും പറ്റില്ല ടീച്ചറെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 43 വയസ്സൊക്കെ കഴിഞ്ഞ്. കാണാനൊക്കെ സുന്ദരിയായിരിക്കും അല്ലേ? ആ, കുറച്ചൊക്കെ. നിങ്ങളൊരു ഫോട്ടോ കൂടി അയച്ചോളൂ. അതെന്തിനാ? ഞാനല്ലല്ലോ, മോളല്ലേ അഭിനയിക്കുന്നത്. പറ്റിയ റോളുണ്ടോ നോക്കാലോ. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. പ്രൊഡ്യൂസർമാരെ ബൈസ്റ്റാൻഡറുടെ ചെലവ് വഹിക്കൂല ടീച്ചറെ. വിദേശത്തൊക്കെ പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടൂലേ, അതുകൊണ്ടാ.
സ്റ്റാർട്ടിങ്ങിൽ അറിയാലോ, വലിയ കാശൊന്നും പ്രതീക്ഷിക്കരുത്. അറിയാം. ഞങ്ങൾ നല്ല എൻട്രി തരാം, പിന്നൊക്കെ നിങ്ങളെ മിടുക്കോലിരിക്കും. സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രിയാണ്. ചാൻസ് കിട്ടണമെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. അഡ്ജസ്റ്റ്മെന്റോ? അതെന്താ? അതൊക്കെ ഈ ഫീൽഡിൽ സ്വാഭാവികമാണ്. പണം മുടക്കുന്നവർ പലതും പ്രതീക്ഷിക്കുമല്ലോ. പ്രൊഡ്യൂസർക്ക് ഇഷ്ടമാവുക എന്നുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞാൽ നിങ്ങളെ നല്ല കാലല്ലേ വരാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, വെറുതെ കിട്ടിയ ചാൻസ് മിസ്സാക്കണം. അല്ല സാറേ, ഞാനിപ്പോൾ അതെങ്ങനെയാ? നിങ്ങൾ അവളോട് എന്നെ വിളിക്കാൻ പറയും, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാൽ ശരി, സമാധാനം വിളിച്ചോളൂ. അനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും ആമിന. കോടികളാണ് കിട്ടാൻ പോകുന്നത്, അതിങ്ങോട്ട് കൊണ്ടാ. കൈ വിടാനാ പറഞ്ഞ ആമിന. അന്റെ ചെപ്പക്കുട്ടി ഞാൻ അടിച്ച് ഞാൻ പൊളിക്കും. എന്റെ സമ്മതം ആർക്ക് വേണടി? എന്റെ റഹ്മാൻ പൈസ തന്നതിനെ കൊണ്ടാ. അതാ ഇതിപ്പോ ഇവിടെ അല്ലെ ബാങ്കിട്ട് എടുക്കായിരുന്നത്. ഓ എന്റെ റഹ്മാൻ 50,000 റുപ്യ ഒക്കെ ആയിന്നാ വിചാരം എന്റെ? അത് ഞാൻ തേരാനാ പറഞ്ഞത്. ഞാൻ കുവൈത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിത്. ഞാൻ എനിക്ക് തോന്നുകയും ചെയ്യും. ഈ ആരാണ് ചോദിക്കാന്? ചലക്കാവുന്നുണ്ടോടാ ഇന്ന ചോദ്യം. നീ ആരാണ്? കാലം മോഡൽ അത് കൊണ്ട് പോവാണ്. മിതമായ നിരക്കിൽ പടം ഹിറ്റാക്കാനും പൊളിക്കാനും അവരാണ് ഉഷാർ. അതറിയാം. നമുക്ക് 4-5 യൂട്യൂബർമാർ മതിയടോ. പിന്നെ നമ്മളെ തട്ടുമ്പുറത്തെ അലമാരിക്ക് മാക്സിമം കവറേജ് കിട്ടും. സാറേ, കവറേജ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ കൊടുക്കാന്നേ. നീ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യേ. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ആരാ ഇതൊക്കെ വാരി വിളിച്ചിരുന്നു? അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയേ ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ച് അല്ലേ? 1500 വെച്ച് തരുന്നില്ലടോ അവര്. ഒരു 500 അങ്ങനെ തയ്ച്ച് കൊടുത്തോളൂ അവർക്ക്. ഒന്നല്ലെങ്കിലും വൈകുന്നേരം വരെ കുറ്റിടിച്ച് നിൽക്കുന്നില്ലേ അവര്? അല്ലുണ്ണി, എന്നാ ഷൂട്ടിംഗ് തുടങ്ങണേ? അവർക്കില്ലേ കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ? ഒരു മിനിറ്റ്. പ്രദീപ. സാർ. പിന്നെ അയാളോട് പോകാൻ പറ. സാറേ, അതൊക്കെ മതി. ഷൂട്ട് ഉടനെ ഉണ്ടാവും. ഇങ്ങനൊക്കെ തന്നെയാണ്. അത് നീയായിട്ട് മാറ്റാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നായിക മറ്റൊരു സ്ഥലത്താണുള്ളത്. ശരിയാണ് സാറേ, അഡ്വാൻസ് കൊടുത്തു പോയില്ലേ, നമുക്ക് കാത്തല്ലേ പറ്റൂ. ഓക്കെ, ഞാനൊരു മീറ്റിങ്ങില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. അല്ല പ്രദീപ, അയാൾ ഭയങ്കര പയറാണല്ലോ. അറിയാണ്ടോ? അയാളെ 30 ലക്ഷം തീരാനായില്ലേ? ഷൂട്ടാണെങ്കിൽ എവിടെ എത്തിയിട്ടുമില്ല. അയാളോട് പോകാൻ പറ സാറേ. പണം വാങ്ങിയ തെളിവൊന്നുമില്ലല്ലോ. അയാൾ വിളിയോട് വിളിയാണ്. കേസോ മറ്റോ ആയാൽ പ്രശ്നമാവുകയെ. എന്തെങ്കിലും പേപ്പർ വർക്കിന്റെ പേര് പറഞ്ഞ് നീട്ടി പിടിച്ചോ. കണക്കൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അതൊക്കെ ശരിയാണ്. അയാൾ വല്ല കടുങ്കയും ചെയ്താലോ, അതാണ് എൻ്റെ പേടി. അങ്ങനൊക്കെ ചിന്തിച്ചാ നമ്മൾ ചൊറയും കൊത്തി വീട്ടിലിരിക്കുകയുള്ളൂ. മനസ്സിലായോ? ഉണ്ണി സാറേ, ഭയങ്കര വെയിലാണല്ലോ, നമുക്ക് സ്വല്പം അങ്ങോട്ട് മാറിയിരുന്നാലോ? ശരിയാ. ആളൊരു മരമണ്ടനാണ്, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉണ്ണി സാറേ, ഞാനൊരു ഐഡിയ പറയാം. എന്താ ഐഡിയ? സാറേ, ഞാനൊന്ന് അർജന്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എന്നാൽ എറണാകുളം വരത്താണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ണി സാറേ, ഒരു ഷോർട്ട് ഫിലിം അവാർഡ് സംഘടിപ്പിച്ചാലോ? അല്ലെങ്കിൽ ഒരു ഓഡിഷൻ? ഇവിടെ ഫുള്ള് വാങ്ങാനുള്ള പൈസ ഇല്ല, അപ്പോഴാണ് എൻ്റെ ഒരു ഓഡീഷൻ. പണം വരാനുള്ള മാർഗം ഞാൻ പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും, നമ്മളെ ഫിലിമിന് നല്ല വരച്ചും കിട്ടും. എന്തേ? 2000 സംഘടിപ്പിക്കണമെന്നെ പൈസ വേണ്ടടോ. ഓൻ പറയട്ടെ സാറേ. സാറിന് വെറുതെ സാറേ, ഇങ്ങനെ പേടിച്ചാലോ? ലിബിഷ, നീ പറഞ്ഞ ഷോർട്ട് ഫിലിമുകളൊക്കെ അങ്ങനെ ചെറവറ വന്നുകൊണ്ടിരിക്കില്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പേര് വെച്ചിട്ട് ഒരു അവാർഡാണ് അനൗൺസ് ചെയ്യണം. അത് ശരിയാ. എന്നിട്ട് എൻട്രി ഫീസ് എന്ന് പറഞ്ഞ് വരുന്ന ആളോട് പൈസ വാങ്ങാം. എങ്ങനെയുണ്ട്? അത് കറക്റ്റ്. അല്ല, 20-25 ഒന്നാം സമ്മാനം കൊടുത്താലും നമുക്കിതിലൊരു നല്ല സംഖ്യ ഉണ്ടാക്കാലോ.
എന്തേ? ഏതെങ്കിലും ബിസിനസ്സുകാരെ സ്പോൺസർ ആക്കിയാൽ ആ ചെലവ് ഫ്രീ. ആ വഴിക്കും ആലോചിക്കാട്ടോ. ഫസ്റ്റ് പ്രൈസ് നമ്മൾക്ക് നമ്മളേതെങ്കിലും ഷോർട്ട് ഫിലിമിന് കൊടുക്കാലോ. ആ, അത് നമ്മുടെ താമരക്കുളത്തിന് കൊടുത്താലും മതിയല്ലോ. താമരക്കുളം അവാർഡിന് ഒറ്റ ഫിലിമാണോ? എന്താടാ താമരക്കുളത്തിന് കുഴപ്പമോ? അതിൽ സ്റ്റണ്ടും ഡാൻസൊക്കെ ഉള്ളതല്ലേ. ഈ നിരൂപണ തെണ്ടികൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും, അതുകൊണ്ടാണ്. അതിന് വഴിയുണ്ട്. അങ്ങനെയാണെങ്കിലേ പൈസ തന്നിട്ട് അവാർഡ് വാങ്ങുന്ന ടീമുണ്ടല്ലോ, ഓർക്കാണ്ട് കൊടുക്കണം. അത് ശരിയാ അല്ലേ? നിങ്ങളെ ഐഡിയ ഒക്കെ കൊള്ളാം. നമ്മൾ കുടിച്ചു തീർത്ത പൈസൻ്റെ അയലത്തേക്ക് എത്തൂല. അതിനൊക്കെ വഴിയുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഓഡീഷനാണ് സംഘടിപ്പിക്കണം. വരുന്നവരോടെ നായകവേഷം കൊടുക്കാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാന റോള് കൊടുക്കാന്ന് പറഞ്ഞു, നല്ലൊരു പൈസ വേണം. അതില്ല കേട്ടോ അല്ലേ? നല്ലൊരു ടൈറ്റിൽ കൊടുത്തിട്ട് ഒരു പോസ്റ്റർ കണ്ട് ഇറക്കുക. സിനിമ എന്ന് കേട്ടാൽ പാഞ്ഞു വരുന്ന എത്ര മൊയന്തുണ്ട് നമ്മളെ കേരളത്തിൽ. രണ്ടും വർക്കൗട്ട് ആയാൽ സംഭവം സൂപ്പർ ഹിറ്റ് ആവും. ചോറാവോട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാന്നേ. വെള്ളം അടിക്കാനെങ്കിലും കിട്ടിയാലോ? അതായില്ലേ? നല്ല ദിവസട്ടാ. നമ്മളെ തവളപ്പാറയ്ക്ക് ഇനി അറിയപ്പെടുമല്ലോ. സിനിമാ നടനൊക്കെ വരാൻ പോലേ. ശരിയാട്ടോ. പിന്നെ ഫ്ലക്സ് വെക്കണം ഒന്ന് അങ്ങാടിന്റെ സെന്ററിൽ. എല്ലാവരും ഒന്ന് കാണട്ടോ. ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾക്ക് കൂടുതൽ ചാൻസ് നിങ്ങൾ റെഡി തരടോ. ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങളെന്തിനാ ബേജാറാണ്? ഞാൻ ഇങ്ങനെ നിക്കണ ഫോട്ടോ, പിന്നെ വേണമെന്ന് ഇങ്ങനെ നിക്കണ ഫോട്ടോ, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഭംഗിയായിട്ട് കൊടുക്കണം. വാട്സപ്പിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഫ്ലക്സിൽ എന്താ എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയോ? ആ, നാടിന്റെ അഭിമാനബോധകമായ നമ്മുടെ മൊയ്തു. അല്ല, കഥാകൃത്തും എഴുത്തുകാരനും പ്രൊഡ്യൂസറുമായ മോദി തവളപ്പാറക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് നിങ്ങൾ പോസ്റ്ററിൽ എഴുതി ചേർക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. നമുക്ക് ജീപ്പിലൊരു അനൗൺസ്മെന്റ് നടത്തിയാലോ ഇതൊക്കെ? അത് വേണോ? അത് വേണ്ട വേണ്ട വേണ്ട. അല്ല, അതൊക്കെ സിനിമ ഇറങ്ങിട്ടാ. എന്നാ സിനിമ ഇറങ്ങിട്ട് മതി. ഞാൻ സംവിധായകൻ ഉണ്ണി പട്ടണമുക്കിനൊന്ന് വിളിച്ചോക്കട്ടെ. എടാ നല്ല അഭിപ്രായം അല്ലടാ. എന്താ ചെയ്യാ, സെക്കൻഡ് വീക്കിലും പടം നല്ല ഓടുന്നുണ്ട്. നല്ല തിരക്കാന്നാ പറയുന്നത്. തിരക്കിലായിരിക്കും. വലിയ സംവിധായകന്മാരും നടന്മാരൊക്കെ വിളിക്കാനുള്ളല്ലേ. അത് ഒരുത്തനെ കൊണ്ട് ഭയങ്കര വെറുപ്പിക്കലായിക്കനെ. ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ട, അതിന്റെ ശബ്ദമാണ് അതിങ്ങനെ കേൾക്കുന്നത്. സ്പീക്കറിലടി സംവിധായകന്റെ ശബ്ദം നമുക്കൊക്കെ കേൾക്കാലോ. ശരി, കേൾക്കാം. വിളിച്ചിട്ട് പറഞ്ഞ വിവരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തോ കാര്യപ്പെട്ട ചർച്ച അല്ലേ? ചിലപ്പോ ചില മന്ത്രിമാരൊക്കെ ആയിട്ടായിരിക്കും ചർച്ച. അതെ അതെ അതെ, ഈ ഒന്ന് കാര്യമായിട്ട് നോക്കത്. അതിനൊരു പണിയുണ്ട്. വാട്സപ്പിൽ വിളിക്കാം. എന്റെ ഫോൺ കണ്ടാൽ കട്ട് ചെയ്ത് മൂപ്പരും കൂടെ തിരിച്ചു വിളിച്ചോളൂ. കയ്യടിയാന്നൊക്കെ പറയുന്നത്. ഭയങ്കര വെറുപ്പിക്കലാണ്. ഒരു പുതിയ ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, മോദി തവളപ്പാറ എന്നാണ് പേര്. അതാണ് ഞാൻ ശ്രമിച്ചത്. അയാൾക്ക് ആലോചിച്ചാൽ മനസ്സിലായിക്കൂടെ ഞാൻ ഫോൺ എൻഗേജ്ഡ് ആണെന്നുള്ളത്. പിന്നെ അതിങ്ങനെ വിളിച്ച് വെറുപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്താ ചെയ്യുക? ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ. ഒരു മിനിറ്റ്. ഹലോ ഹലോ ഉണ്ണി, നാളെ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിക്കൂടെ? എന്ത് തുടങ്ങാനാണ് പറയുന്നത്? ഇങ്ങോട്ട് ഞാൻ പറഞ്ഞതല്ലേ 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് തുടങ്ങുള്ളൂന്ന്. ഇതെന്താ വെള്ളപ്പം ചുടുക? എല്ലാം നാളെ ഞാൻ ലീവായിരുന്നു. നിങ്ങൾ ലീവ് എടുത്തോ? ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്നലാണ് ഞാൻ നിങ്ങളെ സ്ക്രിപ്റ്റ് വായിച്ചത്. എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് നിൽക്കാൻ വയ്യ. അല്ല, അമരൻ സിനിമയിലെ കഥ മോഷ്ടിച്ചാൽ ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ നിങ്ങൾ? സ്ക്രിപ്റ്റ് മൊത്തം മാറ്റണം. ഷൂട്ടിങ് തുടങ്ങണതിന്റെ മുമ്പേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രൊഡ്യൂസറാണ് നിങ്ങൾ. പ്രൊഡ്യൂസറാന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ തൊയ്ത് നിൽക്കണോ? റബീൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തത്. ഇമ്മാതിരി വെറുപ്പിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാ വേണ്ട വെച്ചാൽ നിങ്ങൾ വെച്ചോ. ഞാൻ എന്റെ പാട്ടിന് അങ്ങോട്ട് പോകും. സാറേ ഒരു മിനിറ്റ്. എന്തോ ഭയങ്കര തിരക്കിലാണെന്ന് തോന്നണം. ഇതിപ്പോ ദിവസം എത്രയായി? 4 ദിവസത്തെ വർക്കൗട്ടല്ലേ അതങ്ങോട്ട് തീർത്തൂടെ നമുക്ക്? അതൊക്കെ ശരിയാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നാട്ടുകാരോട് സമാധാനം പറഞ്ഞു ഞാൻ മടുത്തു. നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഞാൻ ആരോടൊക്കെ എന്തൊക്കെ സമാധാനം പറയുന്നുള്ളത് നിങ്ങൾക്കറിയോ? ഞാനിതൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. നിങ്ങൾ ഫീൽഡിൽ പുതിയതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നതാണ്. ഓളില്ലെങ്കിൽ വേറെ നോക്കിക്കൂടെ? ലക്ഷങ്ങൾക്ക് പലിശ കൊടുത്ത് ഞാൻ വെറുതെ മടുത്ത്.
അതെ, നിങ്ങളത് മാത്രല്ല, കോടികൾ മുടക്കിയതൊക്കെ പെട്ടി കിടക്കുകയാണ്. ഞാൻ എന്തായാലും ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത ജനറൽ ബോഡി യോഗത്തിൽ ഞാനിത് എന്തായാലും ഉന്നയിച്ചിരിക്കും. എന്നാ ശരി, ഞാൻ വിളിക്കാം നിങ്ങളെ. ചങ്ങായി വീരാനെ ഹലോ മുനീർക്ക, എന്താടാ നിങ്ങൾ മറ്റേ ആ വീരാനില്ലേ ഉടായ്പ വീര, മൂപ്പർ എന്താന്ന് നിങ്ങൾ പറഞ്ഞേ? സിനിമ നടന് മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ കൂടെ. ആ തേങ്ങാണ്, കമലഹാസന്റെ കൂടെ ആണ്. സത്യായിട്ടു എന്ത് ഇവിടെതാ സിനിമന്റെ ചോറും കൂട്ടാനും വിളമ്പി കൊടുക്കുന്ന ടീമുണ്ട്. ഓരോരോ ചാൻസ് ഇരുന്ന് ചോദിച്ചാൽ എവിടെ? കോഴിക്കോടോ? ആ കള്ള നായി ഇന്നെയും പറ്റിച്ചോ? നിങ്ങൾ ആ വാട്സപ്പിലേക്ക് അയച്ചിക്കണ്, അതൊന്ന് നോക്കിക്കാളി. ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. പതിരിങ്ങളെ ഹലോ, സാറേടാണ്? ഞാൻ എറണാകുളത്താണല്ലോ. എന്ത്? സെൽഫി എടുക്കാൻ വേണ്ടിട്ടാ. വലിയ നടനാൻ പോവല്ലേ? ഓ, ഒരു കാര്യം ചെയ്യ്, നാളെ ഞാൻ ചെന്നൈക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ 1 മണിക്കൂർ ഉണ്ടാവും, അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? ചാറക്കാരെ പോടാത്. ആർക്കാണോടാ എന്റെ സെൽഫി? അന്നെ പറ്റി പലരും പറഞ്ഞിട്ടോ ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. അതിനിപ്പോ എന്താ പ്രശ്നം? എന്താ? ഇനി ഒരു പക്ക ഫ്രോഡാണ്. ഇപ്പഴാ എനിക്ക് മനസ്സിലായി. കോഴിക്കോട് ഷൂട്ടിംഗ് സൈറ്റില് തേരാപ്പാരം നടക്കണ ഇനിയിപ്പോ എറണാകുളത്താലേ? ഇനി എന്താടോ വിചാരിച്ച്? പച്ച നുണയും പറഞ്ഞ് നടന്നാല് ആരും അറിയൂലെന്നാണോ? അത് ഞാനൊന്ന് ജയിച്ചിട്ടതല്ലേ. പിന്നെ ഞങ്ങാടിൽ ആരോട് പോയി പറയുന്നത് കിട്ടുമോ? വാണറിഞ്ഞ അറിയാലോ, നമ്മൾ പ്ലാൻ മൊത്തം പൊട്ടി. അല്ലടോ ഇല്ലിക്കട്ടെ, ആ പട്ടിണിമുക്കും അന്നെപ്പോലത്തെ ഉടായ്പാണോ? അടാ, ഉണ്ണി പട്ടിണിമുക്ക് സംവിധായകനാണ്, ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ സംവിധായകൻ. അപ്പൊ സിനിമ എടുത്തില്ലല്ലേ? ഇനി ഇങ്ങോട്ട് വാ, നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഹലോ ഹലോ, എന്താണ് ഫോൺ എടുക്കാത്ത? ആരാത്? മനസ്സിലായില്ല. ഞാൻ ക്ലാസ്സുകളെ കോയക്കാം. ഇയാളോട് ഇപ്പൊ എന്താ പറയാ? അതെ, ഫോണ് വെള്ളത്തിലൊന്ന് വീണതാണ്. അതങ്ങനെ തന്നെയാണ് വരിക, കിട്ടാനുള്ള എനിക്കല്ലേ. നിങ്ങൾ സംവിധായകൻ ഉണ്ണിനെ വിളിച്ചിരുന്ന? ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നേ? അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. ഇടപാട് ഞാൻ ചോദിച്ചില്ല ഇടപാടുള്ളേ. ഞാൻ പറഞ്ഞില്ലേ, സിനിമ തുടങ്ങാൻ 30 ലക്ഷം വേണമെന്ന് പറഞ്ഞിരുന്നു. ആ പൈസ ഒക്കെ ആ ഹംക്ക് നക്കി. ഇനിയും പൈസ വേണമെന്നാണ് പറയണത്. എടോ, അതൊന്നും എനിക്കറിയണ്ട. നീയാണ് ജൂനിയർ ആശയങ്ങളുടെ താമസിക്കണമെന്ന് പറഞ്ഞ റൂം എടുത്തത് അല്ലേ? ഓൻ വളരെ ഫ്രോഡാന്നൊക്കെ എനിക്കറിയാം. ആകെ 4-5 ദിവസത്തെ ഷൂട്ടിങ്ങേ നടന്നിട്ടുള്ളൂ. ആ കൊടുത്ത പൈസ അങ്ങനെ തിരിച്ചു വാങ്ങാൻ വെച്ച് നിൽക്കുകയാണ് ഞാൻ. അതൊന്നും കേൾക്കാൻ 2 ദിവസം കൊണ്ട് എനിക്ക് എന്റെ പൈസ ഇവിടെ കിട്ടണം. എന്താ ചെയ്യാറത്ത്, ഓരോ വണ്ടിയും വലിയിലും വന്ന് പെടണേ. പൈസ കയറിയില്ലെങ്കിൽ നാളെ വീണ്ടും വരും. സഹായിക്കണോ? അല്ലേട്ടാ, എന്തേ സഹായിക്കണോ? പറഞ്ഞോളി. ഒന്നുമില്ല ഏട്ടാ, പ്ലീസ് ഒന്ന് ഒഴിവാക്കി തരുമോ? അതിപ്പോ മഴ എങ്ങനെ ചതിക്കും എന്നുള്ളത് നമ്മളാരും അറിഞ്ഞോ? നിങ്ങൾ ആ ടൂറിസ്റ്റ് ഹോമിന്റെ വാടക ഇതുവരെ കൊടുത്തില്ല? അതൊക്കെ നിങ്ങൾ സെറ്റിൽ ചെയ്യണോ? നമ്മളല്ലല്ലോ, നിങ്ങളല്ലേ പ്രൊഡ്യൂസർ. അതെന്ത് വർത്താനായി? 30 ലക്ഷം റുപ്യ വാങ്ങി വെച്ചിട്ട് ഇനി ടൂറിസ്റ്റ് ഹോമിന്റെ പൈസയും കൂടെ ഞാൻ കൊടുക്കണമെന്ന് പറയൂ. അല്ല കാക്ക, ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് കൊടുക്കണ്ടേ? ക്യാമറമാന്, അസോസിയേറ്റ്, അസിസ്റ്റന്റ് ഇവരൊക്കെ വെറുതെ വരുമെന്ന് വിചാരിച്ചോ? അല്ലടോ, 30 ലക്ഷം റുപ്യ മുഴുവനും അഡ്വാൻസ് കൊടുത്ത് തീർത്തെന്നാണോ ഈ പറയണത്? അത് ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർത്തു. നിങ്ങൾ ആദ്യം സിനിമ എന്താന്നുള്ളത് പോയി പഠിക്കുമോ സാറേ? എന്റെ കൊണച്ച ഷോർട്ട് ഫിലിം ഞാൻ കണ്ടടാ. കാർക്കിച്ച് തുപ്പാനാ തോന്നി. ഒരു തൊപ്പിയും വെച്ച് ആക്ഷനും കട്ടും പറഞ്ഞ് പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്നത് എന്റെ പരിപാടി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ
നിങ്ങൾ കണ്ടോണം കൂട്ടിക്കോ, അതാ നല്ലേ. നിങ്ങൾ ഇങ്ങനെ എച്ചി കണക്ക് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാണ്ട് നിങ്ങൾ റബീനോട് പറഞ്ഞോളൂ, ഞാൻ ബാക്കി അവനോട് സംസാരിച്ചോളാം. ആ തെണ്ടികൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി നടക്കാണ്. മൂന്നാളും കൂടെ എനിക്കിട്ട് പണി തന്നാണല്ലേ. എന്റെ പേരിൽ കേസ് ഞാൻ കൊടുക്കും, നോക്കിക്കോ. ഓ പിന്നെ കേസ്, ഞാനിതൊക്കെ ഒരുപാട് കണ്ടതാണ്. നിങ്ങൾ എനിക്ക് പൈസ തന്നത് എന്താ തെളിവ്? മര്യാദക്കാണെന്നുണ്ടെങ്കിൽ ഞാനും മര്യാദക്കാണ്. ഇതുവരെ എടുത്ത ഷോട്ടുകളും കണക്കും ഒക്കെ എൻ്റെ ലാപ്പിലുണ്ട്. എനിക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ഞാൻ നിങ്ങൾക്ക് തരും. അനക്കിഞ്ഞ് പൈസ തരാനാ? ഓലക്ക തരും ഞാൻ. എന്റെ പൈസയും വാങ്ങി കള്ളം കുടിച്ച് നടക്കാണല്ലേ മൂന്നാളും കൂടെ. അതെ, സുഖിച്ചിറക്കുക. പൈസ നിങ്ങൾ കിട്ടും പോലെ വാങ്ങിക്കോ. ഈ ഒന്ന് കുടം പിടിക്കലടാ, നശിച്ച് നാടകല്ലെടുക്കും നായിക്കളെ. ഒരു സിനിമാ നടനാവാൻ ആഗ്രഹിച്ച എനിക്ക് തന്നെ കിട്ടണടാ മക്കളെ. സ്വന്തം മക്കൾക്ക് കൂടെ കൊടുക്കാതാണ് ആ കാശ് ഞാൻ നിനക്ക് തന്നത്. എന്റെ തമ്പുരാണ് 30 ലക്ഷം. 948 നസീറായിട്ട് അഭിനയിച്ച മതിലുകൾ എന്ന സിനിമ ഉണ്ടല്ലോ, അതിലാരാ അഭിനയിച്ചത് എനിക്കറിയാം. ഞാനാണെന്ന് മോദി തവളപ്പാറ. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല, ഇനിയില്ലെന്നൊക്കെ എന്തായി വട്ടായോ? കോളിളക്കത്തിൽ ഹെലികോപ്റ്ററിൽ തൂങ്ങി അഭിനയിച്ച നിങ്ങളല്ലേ മോദിക്ക? പിന്നല്ലാതെ ഹെലികോപ്റ്റർ ഒറ്റ വലിക്കടി ഞാൻ തള്ളിയിട്ട്. ആരോടും പറയരുതിട്ടോ, അറിഞ്ഞാ കേസാവും. ഞങ്ങളിപ്പോ ആരോടും പറയാനൊന്നും പോവില്ല. ആനക്ക് എന്റെ ഒരു ചായയും കലത്തപ്പുണ്ട്, ബാക്കി ആർക്കും ചായ ഒന്നുമില്ല, എല്ലാരും പോയിക്കോളി. അതിന്റെ സംവിധായകൻ ഐവി ശശി ഇന്നലെ കൂടെ എന്നെ വിളിച്ച് പറയാ, മൊയ്തോ ഈ വല്ലാത്തൊരു മുതലാണെന്ന്. അല്ലടാ, ഇത് അവിടെ എടുക്കോ? തുടക്കല്ലേ, നോക്കാം. ഒരു വണ്ടി വരുന്നില്ലല്ലോ. ചെമ്മീൻ ഞാൻ അഭിനയിക്കുമ്പോഴേ മധുസാറിന് 16 വയസ്സാ. ശീലക്ക് ഇന്നോടായിരുന്നു പ്രേമം. പ്രശാന്തേട്ടൻ മോദിക്ക വരി, നിങ്ങൾ ഐവിശേഷി വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മൂപ്പര് വിളിക്കൂ. എവിടെയാണ് ലൊക്കേഷന്? ഇവിടെ അടുത്താ, കോഴിക്കോടാ. ആ എന്നാ പോവാ. ആരെങ്കിലും രണ്ടാളെ കേടാ. എല്ലാവർക്കും ചാൻസ് ഉണ്ടാ? മൊത്തം 3 ആള് വേണം അശേട്ടൻ പറഞ്ഞേ. അല്ലേ അഭിനയിക്കാൻ അറിഞ്ഞാലും മാത്രം കേറിയാ മതിട്ടാ, അല്ലേ മൂപ്പരിനോട് ചൂടാവും. ആ അത് ശരിയാ. ഞാൻ നന്നായിട്ട് അഭിനയിക്കൂ, ഞാൻ കേറട്ടെ? ആ എന്നാ ഈ കേറിക്കോ. ഞാനും വരാം, ഞാൻ നല്ല അഭിനേതാവാ. ആ എന്നാ ഈ കേറ്.